എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ദിവസം ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ്, കാരണം ഇവിടെ വെള്ളമില്ലായിരുന്നു, തലേദിവസം വെള്ളമില്ലായിരുന്നു, പിറ്റേ ദിവസം രാവിലെ ആയിട്ട് ഈ പ്രദേശത്ത് ആർക്കും ഒരു ബിൽഡിങ്ങിലും വെള്ളമില്ല. എൻ്റെ ദൈവമേ, ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ രാവിലെ വെള്ളമില്ലാതെ നമുക്കൊന്നും ഒന്നും ഉണ്ടാക്കാൻ തോന്നില്ല. അതുകൊണ്ട് പേരറിയാത്ത എന്തോ ബ്രേക്ക്ഫാസ്റ്റ് ഇവർക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പോയി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ. ചുമ്മാ ഞാൻ ബ്രെഡിൻ്റെ അകത്ത് കുറച്ച് ബട്ടറും ഒരു മുട്ടയെല്ലാം കൂടെ മുഴുങ്ങി അങ്ങനെ എല്ലാം വെച്ചിട്ട് പോയി. അല്ലാതെ ഈ വെള്ളമില്ലാതെ എന്തുണ്ടാക്കാനാണ്? പാത്രം കഴുകാൻ പറ്റില്ല. എൻ്റെ ദൈവമേ, ഞങ്ങളെല്ലാവരും മടുത്തു പോയൊരു ദിവസമായിരുന്നു. അങ്ങനെ പേരറിയാത്ത ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഞാൻ വെച്ച്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, ചുമ്മാ ബ്രെഡിൻ്റെ അകത്ത് എന്നിട്ട് ജസ്റ്റ് ഇതിങ്ങനെ ടോസ്റ്റ് ചെയ്തെടുത്തു. നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ വെള്ളമില്ലെങ്കിൽ വല്ല കിണറ്റിൽ നിന്നെങ്കിലും കോരി അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇവിടെ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി ക്യാനിൽ മേടിച്ച് വെച്ചാണ് വെള്ളമൊക്കെ എടുത്താണ് ഒരുമാതിരിയൊക്കെ കഴിച്ചു കൂട്ടിയത്. അതിൻ്റെ ഇടയ്ക്ക് ചോറും കറിയും ബ്രേക്ക്ഫാസ്റ്റും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ രാവിലെ ഞാൻ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണമായിരുന്നു. പിന്നെ ഞാനും ഒരു ചായ കോഫി മാത്രം കുടിച്ചിട്ടാട്ടോ പോയത്. കോഫി കുടിക്കണ കാര്യം പറയുമ്പോൾ ദൈവമേ, ഇല്ല, ആ മട്ടൻ കപ്പിലൊക്കെ ഹോസ്പിറ്റൽ ഡ്യൂട്ടിയുടെ സമയത്തൊക്കെ എടുത്ത് വയ്ക്കും. പക്ഷേ ഞാനത് കുടിക്കില്ല, ഇച്ചിരി കുടിച്ചിട്ട് അവിടെ വയ്ക്കും. പിള്ളേരെല്ലാവരും എന്നെ വഴക്ക് പറയും. എന്തിനാ പിന്നെ കോഫി എടുക്കാൻ പോണ പാടാകും. അല്ലെങ്കിൽ കോഫി ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ തോന്നുന്നു ഇപ്പം മൊത്തം കുടിക്കാതിരിക്കുന്നത്. അതങ്ങനെ അവിടെ വയ്ക്കും. വീട്ടിലാണെങ്കിലും അതെ കേട്ടോ, ഉണ്ടാക്കി വെച്ചിട്ടൊരു 3/4 കപ്പ് കുടിക്കുകയുള്ളൂ. എന്തോ ഒരു നേർച്ച വസ്തു പോലെ അങ്ങനെ വയ്ക്കും. പണ്ടൊക്കെ കുഞ്ഞിലെ മമ്മിയോ ഭയങ്കരമായിട്ട് വഴക്ക് പറയുകയാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞിട്ടും പ്രയോജനമില്ലെന്ന് തോന്നുന്നുണ്ട. അങ്ങനെ ഞാൻ കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴെപ്പോഴും ഓർത്ത് ദൈവമേ, ഫുഡ് കൊണ്ടുവന്നില്ല. കാരണം ഫുഡ് കൊണ്ടുവരാൻ ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. തലേദിവസത്തെ ചോറും കറിയിരിപ്പുണ്ടായിരുന്നു, അത് എടുത്തുകൊണ്ട് വരാനും മറന്നുപോയി. പിന്നെ ഞാൻ പെട്ടെന്നൊരു മുട്ടയൊക്കെ പൊരിച്ച് അച്ഛൻ്റെ കൊടുത്തു വിട്ടു. അച്ഛനാണ് ദേഷ്യം കൂടെ വന്നു ഈ പൊരിഞ്ഞ വെളുത്ത് ഫുഡും കൊണ്ട് വന്നത്. അങ്ങനെ